പ്രിയപ്പെട്ടവരെ, സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായി സമസ്ത പ്രഖ്യാപിച്ച ധനസമാഹരണ പദ്ധതിയാണ് തഹിയ എന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സമസ്തയുടെ പ്രഖ്യാപനവും അതിനായി തഹിയ എന്ന പ്രത്യേക ആപ്ലിക്കേഷനും സമസ്ത ലോഞ്ച് ചെയ്യുന്നത്. പ്രഖ്യാപിച്ചത് സമസ്തയാണ്, അഭ്യർത്ഥിക്കുന്നതും സമസ്തയാണ്. ആ അഭ്യർത്ഥന കേട്ടാൽ പിന്നെ സമസ്തയുടെ പ്രവർത്തകർക്ക് അതിൽ കവിഞ്ഞ മറ്റൊന്നും ഉണ്ടാവില്ല. ദിവസങ്ങൾക്കകം ആ അക്കൗണ്ടിലൂടെ ഒഴുകിയെത്തിയത് 2.5 കോടിക്കടുത്തുള്ള വലിയ സംഖ്യയാണ്. കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഇത് പങ്കുവെക്കുമ്പോൾ, സുപ്രഭാതം ഇത് പങ്കുവെക്കുന്നത് വരെ 2,44,80,5000 രൂപയാണ് ഈ സമയം വരെ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഓരോ മിനിറ്റുകൾക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തുക ഇവിടെ നിൽക്കില്ല എന്ന് നമുക്കറിയാം. സമസ്തയ്ക്ക് ഈ ലഭിച്ചവയെല്ലാം സാധാരണക്കാരുടെ സംഭാവനകളാണ്. സമസ്തയെ സ്നേഹിക്കുന്നവരുടെയും സമസ്തയെ സഹായിക്കുന്നവരുടെയും ഇഷ്ടപ്പെടുന്നവരുടെയും ഒക്കെ ഫണ്ടുകളാണ്. അതോടൊപ്പം തന്നെ അഭ്യുദയകാംക്ഷികളുടെയും ഒക്കെ ഫണ്ടുകളാണ്. കാരണം ചോദിക്കുന്നത് സമസ്തയാണ് എന്നത് തന്നെയാണ് അവരുടെ ആ ഒരു ആവേശത്തിനുള്ള പ്രധാന കാരണം. നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം ഒരു മനുഷ്യായുസ്സിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സൗഭാഗ്യമാണ് സമസ്തയുടെ ഈ 100ാം വാർഷിക സമ്മേളനം എന്നത്. അതും ആദ്യത്തെ 100. ഇനി 200ാം വാർഷികമായിരിക്കും ഇതുപോലെ ഒന്നുണ്ടാവുക. അന്ന് പക്ഷേ ഞാനോ നിങ്ങളോ ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇന്ന് നാം ഭാഗ്യവാന്മാരാണ്. കാരണം കാസർഗോട്ടെ കുനിയയിൽ നമ്മൾ കാത്തിരിക്കുന്നത് ആ മഹാസാഗരത്തിൽ ഒരുവനായി ഒന്നിച്ചിരിക്കാനും ആ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയാനും ഒക്കെയാണ്. ആ മഹാസമ്മേളനത്തിൻ്റെ പ്രചാരണത്തിനും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് തഹിയ. സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ബഹുവന്യ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഫണ്ട് നൽകി തുടക്കമിട്ടതാണ്. ആ യാത്ര തുടരുകയാണ്. സമസ്തക്കാർ വിചാരിച്ചാൽ, ഒരുങ്ങി ഇറങ്ങിയാൽ ഈ ഫണ്ടു ശേഖരണം വൻ വിജയമാക്കാം. മഹല്ലുകളിൽ, മദ്രസകളിൽ, പൗരപ്രമുഖരിൽ, സാധാരണക്കാരിൽ, വ്യാപാരികളിൽ, വ്യവസായികളിൽ എന്ന് വേണ്ട സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ധാരാളം പേർ ഓരോ നാട്ടിലും ഓരോ മഹല്ലത്തിലും ഉണ്ടാകും. അവരെ നേരിട്ട് കണ്ടും അഭ്യർത്ഥിച്ചും ഈ ആപ്ലിക്കേഷൻ വഴി തഹിയയിൽ നമുക്ക് പങ്കാളികളാക്കാം. വ്യക്തികൾക്ക് പ്രത്യേകമായും മദ്രസകൾ, റേഞ്ചുകൾ, വിവിധ ഓർഗനൈസേഷനുകൾ വഴിയും ഫണ്ട് ലഭ്യമാക്കുന്നതിന് ഈ ആപ്ലിക്കേഷനിൽ സംവിധാനമുണ്ട്. സമസ്തയുടെ പോഷക സംഘടനകളുടെ വഴിയിലും ഫണ്ടുകൾ നൽകാം. വ്യക്തികൾക്ക് ഇൻഡിവിജ്വലായും ഫണ്ടുകൾക്ക് നൽകാം. ഓരോ നിമിഷവും ആപ്ലിക്കേഷനിൽ പണം ലഭ്യമാക്കുന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇക്കാലം അത്രയും സമസ്തയുടെ ഒരു പദ്ധതിയും പരാജയപ്പെട്ടിട്ടില്ല. ഇതും പരാജയപ്പെടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്യിലെ ചെറുതോ വലുതോ അതെത്രയും ആവട്ടെ, ഒരു നൂറ്റാണ്ട് നമുക്ക് അറിവ് പകർന്നു നൽകിയ മഹാപ്രസ്ഥാനത്തിൻ്റെ അഭിമാനത്തോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. കേരളം കണ്ട